എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം സന്ദർശിച്ചവരും തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയവരും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു സൗന്ദര്യം. അതായത് തുറസായ പ്രദേശങ്ങൾ, ഒരു കാലത്ത് ധാരാളമായിട്ടുള്ള പാർക്കുകളും അതുപോലെ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഏരിയാസ് ഒരുപാടുണ്ടായിരുന്നു. അത് നഗരത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയായിരുന്നു. പക്ഷേ ജനപ്പെരുപ്പവും കൂടി മറ്റു ധാരാളം കെട്ടിടങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ് തിരുവനന്തപുരം ജനനിബിഡമായി തുടങ്ങിയപ്പോൾ നമുക്ക് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒത്തുകൂടാനുള്ള ഒരു സ്ഥലമില്ലായ്മ. ആകെയുള്ള ആശ്രയങ്ങൾ പാർക്കുകളും അതുപോലെ ബീച്ചുകളുമാണ്. പക്ഷെ പല ബീച്ചുകളും നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പല പാർക്കുകളും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ നഗരത്തിലെ പാർക്കുകളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് അതിൻ്റെ നടത്തിപ്പിനായി കൈമാറുന്നു എന്നുള്ള കാര്യം പലപ്പോഴും പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഈ പല സർക്കാർ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ നടത്തുന്ന പല സംവിധാനങ്ങളും സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് നന്നായി കൊണ്ടുപോകും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എല്ലായിടത്തും എത്രത്തോളം ശരിയാണ്, അതിൻ്റെ മറ്റു സാമൂഹിക ആഘാതം എത്രയുണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഈ പാർക്കുകളുടെ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പോൾ നഗരസഭ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പാർക്ക് മെയിൻ്റനൻസിന് വർഷം തോറും സ്വകാര്യ ഏജൻസികൾ നഗരസഭയ്ക്ക് പണം കൈമാറുന്ന തരത്തിലാണ് ഇതിന്റെ പ്ലാനിംഗ് നടന്നിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെയുള്ള കാലാവധിയിൽ വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഇതിന്റെ ഒരു മെയിൻ്റനൻസ് അതുപോലെ ഇതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി ഒക്കെ നടപ്പാക്കുന്ന രീതിയിലാണ് ഈ പാർക്ക് സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. ഇതിന്റെ മേൽനോട്ടം നഗരസഭയ്ക്ക് തന്നെയായിരിക്കും. കണക്കുകളിൽ ആകെ 46 പാർക്കുകൾ നമ്മുടെ നഗരത്തിലുണ്ട്. അതിൽ 2 സ്മാർട്ട് സിറ്റിയുടെ കൈവശമാണ്, 3 സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. ബാക്കി വരുന്ന 41 പാർക്കുകളാണ് നഗരസഭയുടെ കീഴിലുള്ളത്. ഈ പാർക്കുകളിൽ 10 ഉപയോഗശൂന്യമാണ്. ബാക്കി 32 ഒന്ന് മോടി പിടിപ്പിച്ചാൽ നന്നാക്കി എടുക്കാം എന്നുള്ള അവസ്ഥയിലാണ്. 4 നന്നായി ഉപയോഗിക്കപ്പെടുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പാർക്കുകളുടെ ഒക്കെ ഒരു അവസ്ഥ. ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ പാർക്കുകളുണ്ട്. അതിൽ ഈ ഉപയോഗപ്രദമായ എന്ന് പറയുന്ന ചില പാർക്കുകളിലൊക്കെ ഇപ്പോൾ ധാരാളം ജനങ്ങൾ അവരുടെ ഒഴിവു സമയങ്ങളും അല്ലെങ്കിൽ പല പരിപാടികൾക്കുമൊക്കെ ആയിട്ട് ഒത്തുകൂടാറുണ്ട്. അപ്പോൾ ആ പാർക്കിനെ കേന്ദ്രീകരിച്ച് തന്നെ ഒരു നല്ല ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന തരത്തിൽ മാറിയിട്ടുണ്ട്. അതുപോലെ 32ഓളം പാർക്കുകൾ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങിങ്ങായി ഇപ്പോഴും വികസനം കാത്തു കിടപ്പുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൊണ്ട് അവിടെ നിലനിൽക്കുന്നു എന്ന ഒരു വാർത്ത കൂടി കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. എന്താ ഇത് ഇത്രയും നാളും ഇതിനെ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാത്തത് എന്ന് തോന്നിപ്പോകും. കാരണം ഈ ഓരോ പാർക്കും നവീകരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വൻ തുക തന്നെ കോർപ്പറേഷന് ചിലവാകും. അതേസമയത്ത് ഒരു സ്വകാര്യ മേഖലയ്ക്ക് അതിന്റെ നടത്തിപ്പ് ചുമതല കൈമാറുകയാണെങ്കിൽ അവരെന്തായാലും നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നഗരസഭ ഈ പാർക്കുകളുടെ നടത്തിപ്പിനായി വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പാർക്കുകളുടെ ശുചീകരണം, പുൽത്തകിടി, അതുപോലെ മരങ്ങൾ എന്നിവ സംരക്ഷിക്കുക, വെച്ചുപിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെയൊക്കെ നഗരസഭയുടെ പരിശോധന ക്രമമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരിക്കും. അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ പ്രവർത്തനക്ഷമത ഇടയ്ക്കിടയ്ക്ക് നഗരസഭ വിലയിരുത്തും. കൂടാതെ കുടിവെള്ളം, മറ്റു വിനോദ ഉപാധികൾ, കളി ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ സംരക്ഷണം എന്നിവയൊക്കെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ അവരിടയ്ക്കിടയ്ക്ക് അതിന്റെ ഒരു ചെക്കിംഗ് പരിശോധനയൊക്കെ ഉണ്ടായിരിക്കും എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സംവിധാനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ ഇത് ഏറ്റെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നേട്ടം എന്തൊക്കെയാണെന്ന് കൂടി നോക്കിയാൽ, നഗരസഭയുടെ നിർദ്ദേശമനുസരിച്ച് വിവിധ തരത്തിലുള്ള സ്റ്റേജുകൾ പൊതുപരിപാടികൾക്ക് അവിടെ സജ്ജീകരിക്കാൻ സാധിക്കും. കൂടാതെ അവിടെ പരസ്യ സ്ഥാപനത്തിനുള്ള പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. പൊതുപരിപാടികൾ അതുപോലെ വിനോദ പരിപാടികൾ എന്നിവയൊക്കെ ഒരു തുക ഈടാക്കി നടത്തുവാനുള്ള ഒരു സൗകര്യമുണ്ടായിരിക്കും. കഫറ്റീരിയ സ്ഥാപിച്ച് അതിൽ നിന്നുമൊക്കെ വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും. കാരണം ഇന്ന് നഗരത്തിൽ നമുക്ക് ഒരുപാട് കൺവെൻഷൻ സെന്ററുകളും ഹാളുകളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ ചെറിയ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിനൊക്കെ നടത്താവുന്ന ഓപ്പൺ സ്പേസ്ഡ് ആയിട്ടുള്ള പല കലാപരിപാടികൾ അല്ലെങ്കിൽ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ചിത്ര പ്രദർശനം തുടങ്ങിയൊക്കെയുള്ള നിരവധി സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഈ പാർക്കുകളിൽ ഒരുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് പേർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ധാരാളം പ്രോഗ്രാമുകൾ
ഇത്തരം പാർക്കുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ കൂടുതൽ പൊതുജന പങ്കാളിത്തവും അതുപോലെ തന്നെ കായിക മാനസിക ഉല്ലാസ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് സമൂഹത്തിന് കൂടി നല്ല ഗുണപ്രദമായ കാര്യമാണ്. അത്തരത്തിൽ ഈ പറയുന്ന പാർക്കുകളുടെയൊക്കെ സ്വകാര്യവൽക്കരണത്തിലൂടെ നിരവധി നേട്ടങ്ങൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ദർശിക്കാവുന്നതാണ്. മാത്രമല്ല നഗരത്തിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇതുകൂടി വരുമ്പോൾ കുറച്ചുകൂടി വലിയൊരു മനോഹാരിത നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ ദൃശ്യമാവുന്നതുമായിരിക്കും. ആരും മടിക്കരുത്, തീർച്ചയായിട്ടും ഇതിനുള്ള നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ആ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ നല്ലൊരു ചർച്ചയ്ക്ക് വഴിതെളിക്കട്ടെ. മാത്രമല്ല അത് കൂടുതൽ മികച്ച വീഡിയോ ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ ഇവിടെ കോട്ടയ്ക്കകം അവിടെയുള്ള ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ്. ഈ ചാനലിലെ തന്നെ പല വീഡിയോകളും ഈ പാർക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. കാരണം കാട് പിടിച്ച് കിടന്ന ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു സ്ഥലം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കോപ്പുകളൊക്കെ ഉപയോഗിച്ച് ഇവിടെ കുട്ടികളൊക്കെ വരുന്ന തരത്തിൽ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർക്ക് എന്നെ പോലുള്ള ഒരു യൂട്യൂബർക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ളത് ഇവിടെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി കലാ സാംസ്കാരിക സാമൂഹിക സദസ്സുകൾക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നിരവധി കലകൾ, വ്യക്തിപരമായുള്ള നിരവധി കഴിവുകൾ എന്നിവയൊക്കെ പ്രദർശിപ്പിക്കാനുള്ള വേദി ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കഴിവുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവുകളെ പുറം ലോകം അറിയിക്കാനുള്ള ഒരു വേദി പലപ്പോഴും ലഭിക്കാറില്ല. പക്ഷേ ഈ പാർക്കുകൾ, ഈ പറയുന്ന 41 പാർക്കുകൾ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങിങ്ങായി സ്ഥിതി ചെയ്യുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇതൊക്കെ പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് കൂടി സഹായിക്കും. ഈ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും വളരെ ഊർജിതമായി നടന്നിരുന്നു. അന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന പോലുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ കത്തിക്കുത്ത് അല്ലെങ്കിൽ ലഹരി ഉപയോഗം തുടങ്ങിയൊക്കെയുള്ള യുവാക്കൾ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങളുടെ ഒക്കെ അളവ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളുടെയൊക്കെ നാശം ഉണ്ടായതോടുകൂടി തന്നെ സമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു മൂല്യച്യുതി ഉണ്ടായിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഈ പാർക്കുകൾ കേന്ദ്രീകരിച്ച് തന്നെ അത്തരത്തിലുള്ള നിരവധി റിക്രിയേഷൻ പരിപാടികൾ നടപ്പിലാക്കുന്നതിലൂടെ സമൂഹത്തിന് ഗുണകരമായ നിരവധി കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചാനലിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവുമായി ഈ ചാനലിൽ തന്നെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്ക് നന്ദി, നമസ്കാരം.